Hi everyone, welcome to StudyMate. പന്ന്യന്നൂർ ബാസി എഴുതിയ സഹകാരിയായി പ്രവേശം എന്ന ജീവിതാഖ്യാനത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. KP ഭാസ്കരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര്. ഈ ഒരു പാഠം 4 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ 3 ഭാഗം ഈ ഒരു വീഡിയോയിൽ പറയുന്നതാണ്. അടുത്തൊരു ഭാഗം പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഭാഗമാണ് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രാദുർഭാവം തൊഴിലാളികൾക്കിടയിൽ നിന്നും എന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. വാഗ്ഭടാനൻ എന്ന നവോത്ഥാന നായകനെ നമുക്ക് ഓരോരുത്തർക്കും പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. 19-ാം നൂറ്റാണ്ടിൽ കേരള സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നടന്ന നവോത്ഥാന പ്രക്രിയയിൽ സുപ്രധാന പങ്കാണ് വാഗ്ഭടാനന്ദൻ വഹിച്ചിട്ടുള്ളത്. വാഗ്ഭടാനന്ദൻ എന്ന കീയാള വിമോചകനെ പരിചയപ്പെടുത്തുന്ന കൃതിയാണ് പന്ന്യന്നൂർ ബാസിയുടെ വാഗ്ഭടാനന്ദ ഗുരു സഹകാരിയും നവോത്ഥാന നായകനും എന്നത്. അതിലെ സഹകാരിയായി പ്രവേശം എന്ന ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അതിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്ന നിലയിലുള്ള വാഗ്ഭടാനന്ദൻ്റെ ഇടപെടലുകളും അതുപോലെ തന്നെ സംഭാവനകളും പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വാഗ്ഭടാനന്ദൻ തൻ്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് സമൂഹത്തിൻ്റെ താഴ്ന്ന തട്ടിൽ കിടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കൂലിക്കാരെയും അതുപോലെ കർഷക ജനതകളെയും സഹകരണ പ്രസ്ഥാനത്തിൻ്റെ രാജപാതയിലേക്ക് എത്തിച്ചു. 1917 ആരംഭിച്ച കോഴിക്കോട് ജില്ലയിലെ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം പിൽക്കാലത്ത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രൂപാന്തരപ്പെട്ടു. ഇതിന് നേതൃത്വം കൊടുത്തത് വാഗ്ഭടാനന്ദനാണ്. ഇപ്പോൾ ഈ ഒരു സംഘം ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ഏഷ്യയിൽ തന്നെ അത്തരം സഹകരണ സംഘങ്ങളിൽ ഈ ഒരു സംഘം പ്രഥമ സ്ഥാനം തന്നെ കൈവരിച്ചിട്ടുണ്ട്. ഇത്തരം സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു സഹകരണവും ചെയ്തിട്ടില്ല. ആകെ ഉണ്ടായത് 1940-ൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു സഹകരണ നിയമം മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ 1925 ഫെബ്രുവരിയിലാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഈ ഒരു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് സഹകരണ സംഘം സ്ഥാപിക്കുന്നതിന് പിന്നിൽ ചരിത്രപരമായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ സഹകരണ മേഖലയുടെ ചരിത്രത്തിൽ പരിഗണിക്കപ്പെടാതെയോ തമസ്കരിക്കപ്പെടുകയോ ചെയ്ത വാഗ്ഭടാനന്ദൻ നടത്തിയ ഇടപെടലുകളാണവ. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചു എന്ന പേരിൽ കുറ്റം ചുമത്തിയിട്ട് സാധാരണ ജനങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരണയിൽ നിന്നും അകറ്റി നിർത്തിയിട്ടുണ്ട്. ഈ ഒരു കാര്യം വാഗ്ഭടാനന്ദൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് പരിഹാര പ്രവർത്തനങ്ങൾ അദ്ദേഹം തന്നെ സംഘടിപ്പിക്കുകയുണ്ടായി. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് ന്യായമായിട്ടുള്ള വേതനത്തിൽ ജോലി ലഭിക്കാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർക്ക് വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളും അദ്ദേഹം ഉണ്ടാക്കി. വാഗ്ഭടാനന്ദനും അദ്ദേഹം സ്ഥാപിച്ച സഹകരണ സംഘങ്ങൾ ഇന്നത്തെ ജനകീയ പ്രസ്ഥാനമായിട്ട് മാറിയതും അതുപോലെ ജനജീവിതത്തിൻ്റെ സർവ്വമണ്ഡലങ്ങളിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുമായ സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തും എങ്ങനെ എന്നതിൻ്റെ ഒരു ഏകദേശ രൂപമാണ് ഇവിടെ പറഞ്ഞത്. അടുത്തൊരു ഭാഗമാണ് സഹകരണം ചരിത്രപഥങ്ങളിൽ എന്നത്. ഇവിടെ സഹകരണ പ്രസ്ഥാനം രാജ്യത്ത് ആവിർഭവിക്കുന്നത് സമ്പന്നർക്കിടയിലല്ല, മറിച്ച് തൊഴിലാളികൾക്കിടയിൽ നിന്നാണ് സഹകരണ സംഘം ആവിർഭവിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിലെ ഉത്തരാർദ്ധത്തിൽ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ ബ്രിട്ടനിലെ കമ്പിളി നെയ്ത്ത് തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമായപ്പോൾ പിറവിയെടുത്ത ഒരു കൺസ്യൂമർ സഹകരണ സംഘമാണ് ലോകത്തിലെ പ്രഥമ സഹകരണ സംഘം എന്ന് പറയുന്നത്. ഇവരെ സഹകരണത്തിൻ്റെ മാർഗദർശികൾ എന്നാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തേത് ഇന്ത്യയിൽ എന്നൊരു ഭാഗമാണ്. ഇവിടെ പറയുന്നത് എങ്ങനെയാണ് സഹകരണ സംഘം ഇന്ത്യയിലെത്തിയത് എന്നാണ്. ഇവിടെ തൊഴിലാളികളല്ല സഹകരണ സംഘം രൂപം കൊള്ളാൻ മുൻകൈയെടുത്തത്. എന്നാൽ നമുക്കെല്ലാം പ്രിയങ്കരവും നമ്മെ വിശിഷ്ട ഭക്ഷ്യ വിഭവങ്ങളാൽ ഊട്ടുകയും ചെയ്യുന്ന ഇന്ത്യയിൽ വിവിധ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കോഫി ഹൗസുകളാണ് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ ഈ ഒരു കോഫി ഹൗസുകൾക്ക് ഒരു പിൽക്കാല കഥനകഥകളുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. 1940-കളിൽ ഇന്ത്യയിൽ കോഫി ബോർഡ് നേരിട്ടാണ് കോഫി ഹൗസുകൾ നടത്തിപ്പോന്നിരുന്നത്. ബ്യൂറോക്രസിയുടെ ദുർഭരണവും ഈ ഭക്ഷ്യശാലകൾ സാധാരണക്കാരന് പറ്റിയതല്ല എന്ന തെറ്റിദ്ധാരണവും മൂലം കേരളം 17 വർഷത്തെ നടത്തിപ്പിന് ശേഷം 1957 എല്ലാ കോഫി ഹൗസുകളും പൂട്ടുന്നതിന് കോഫി ബോർഡ് അധികൃതർ തീരുമാനിച്ചു.
ഇതിനെ തുടർന്നിട്ട് വിവിധ സ്ഥലങ്ങളിലെ കോഫി ഹൗസുകളിൽ 1000-ൽ പരം തൊഴിലാളികളെ അന്ന് സേവനമനുഷ്ഠിക്കുകയുണ്ടായി. അങ്ങനെ 1958 ആയപ്പോഴേക്കും എല്ലാ തൊഴിലാളികളെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അതോടെ ജീവിതം വഴിമുട്ടിയ അവർ അന്നത്തെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ എ.കെ.ജിയുടെ അടുത്തെത്തി. അങ്ങനെ എ.കെ.ജിയും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനെ സമീപിച്ചു. എ.കെ.ജിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ സഹകരണാടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനുശേഷമാണ് ബാംഗ്ലൂർ ആസ്ഥാനമാക്കി കോഫി ബോർഡ് തൊഴിലാളികളുടെ ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്തത്. തുടർന്ന് അടഞ്ഞുകിടക്കുന്ന കോഫി ഹൗസുകളൊക്കെ തുറന്ന് പ്രവർത്തിച്ചു. അതുമായിട്ട് തൊഴിൽ രഹിതരായിട്ടുള്ളവർക്കൊക്കെ അതൊരു സഹായകമായിട്ട് മാറുകയും ചെയ്തു. തൊഴിലാളികളുടെ സമ്പൂർണ്ണ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന കോഫി ഹൗസുകൾ ഒരു പുത്തൻ തൊഴിൽ സംസ്കാരത്തിനാണ് വേദിയൊരുക്കിയത്. അതുകൊണ്ട് തന്നെ കോഫി ഹൗസിൽ മുതലാളിയായിട്ട് ആരുമില്ല. അവിടെ വേല ചെയ്യുന്ന തൊഴിലാളികൾ തന്നെയാണ് ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരും. അപ്പോൾ ഇതാണ് കോഫി ഹൗസിൻ്റെ കഥ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അടുത്തൊരു ഭാഗം പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യുക. താങ്ക് യു ഓൾ.